ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത വർഷം നെയ്മർ ജൂനിയർ ഏത് ക്ലബിൽ കളിക്കും? അത് ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ്. പറയാൻ കാരണം സാന്റോസുമായുള്ള നെയ്മറുടെ കോൺട്രാക്റ്റ് ഡിസംബർ മാസത്തിൽ അവസാനിക്കുകയാണ്. ആ കോൺട്രാക്റ്റ് പുതുക്കാൻ സാന്റോസിന് വലിയ താല്പര്യമില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. യൂറോപ്പിലേക്ക് മടങ്ങിയെത്താൻ നെയ്മർക്ക് ആഗ്രഹമുണ്ട്. കാരണം വേൾഡ് കപ്പ് വരികയാണ്, അതിനുവേണ്ടി തയ്യാറാവേണ്ടതുണ്ട്. പക്ഷേ യൂറോപ്പിൽ നിന്നും നെയ്മർക്ക് ഇതുവരെ ഓഫറുകൾ ഒന്നും ലഭിച്ചിട്ടില്ല. ആകെയുള്ളത് ഇന്റർ മയാമിയുടെ ഒരു ഇൻട്രസ്റ്റ് മാത്രമാണ്. പക്ഷേ അതിൽ ഇപ്പോൾ യാതൊരുവിധ പ്രോഗ്രസ്സുകളും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു റൂമർ കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സൗത്ത് അമേരിക്കൻ മാധ്യമമായ ഡിപ്പോർട്ടസ് അൽ താക്കോയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഫുട്ബോൾ ഫിഷാജസും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അർജന്റീൻ ക്ലബ്ബായ റൊസാരിയോ സെൻട്രലിന് ഇപ്പോൾ നെയ്മർ ജൂനിയറെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട്. അവരുടെ പ്രസിഡന്റായ ഗോൺസാലോ ബെല്ലോസോ ഇപ്പോൾ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഫോർമൽ ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് അദ്ദേഹം നെയ്മർ ജൂനിയറുടെ ക്യാമ്പുമായി നടത്തിയിട്ടുണ്ട്. അതായത് അടുത്ത ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ഈ താരത്തെ സ്വന്തമാക്കാൻ റൊസാരിയോ സെൻട്രലിന് താല്പര്യമുണ്ട്. അവരുടെ പ്രസിഡന്റിനാണ് വലിയ താല്പര്യമുള്ളത്. ഏഞ്ചൽ ഡി മരിയ കളിക്കുന്ന ക്ലബ്ബാണ് റൊസാരിയോ. ആ ക്ലബിലേക്ക് നെയ്മർ ജൂനിയർ എത്തുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. അടുത്ത കോപ്പ ലിബർട്ടഡോറസ് കളിക്കാനുള്ള യോഗ്യത റൊസാരിയോ സ്വന്തമാക്കിയിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നെയ്മറെ ആകർഷിക്കാനാണ് ഇവർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നെയ്മർ ജൂനിയർ അർജന്റീനയിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. സാന്റോസ് കോൺട്രാക്റ്റ് പുതുക്കിയിട്ടില്ലെങ്കിലും ബ്രസീലിലെ മറ്റു ക്ലബ്ബുകൾ തന്നെ നെയ്മർക്ക് വേണ്ടി ശ്രമിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. കൂടാതെ ഇന്റർ മയാമി എന്ന ഒരു ഓപ്ഷനും നെയ്മറുടെ മുന്നിൽ അവിടെയുണ്ട്. ഏതായാലും എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. അർജന്റീൻ ക്ലബിന് ഇപ്പോൾ നെയ്മറിൽ താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.